ശ്രീപ്രകാശ്, ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാകുന്നത് ഇവർ കേരളത്തിന് പുറത്ത് ഒരു മുന്നണിയായി മത്സരിക്കുമ്പോഴും കേരളത്തിനകത്ത് ഇവർ പരസ്പരം പോരാടുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു സ്പേസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു കാരണവശാലും നരേന്ദ്രമോദിക്ക് മറ്റൊരു ഊഴം കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയിൽപ്പെട്ടവരാണ് ഇവരെങ്കിലും ഇത്തവണ BJP മലപ്പുറം അടക്കമുള്ള സ്ഥലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം മാത്രമല്ല ഇരട്ടയാക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്ക് എത്താൻ സാധ്യതയുള്ള BJP എംപിമാരുടെ എണ്ണം ഇരട്ടയാക്കുമെന്ന് ഉദ്ദേശിച്ചത് 0-0 എന്നാണോ 0-1 എന്നാണോ? ഒരിക്കലും ഇവർ പരസ്പരം മത്സരിക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ രണ്ടുപേരുടെ ഉണ്ടാവും. CPM-ൻ്റെ പ്രതിനിധി എന്താണ് ഇങ്ങനെ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. CPM-ൻ്റെ പ്രതിനിധിയും ലീഗിൻ്റെ പ്രതിനിധിയും, അതായത് UDF-ഉം LDF-ഉം കാണുന്നത് INDA മുന്നണിയാണ്, ഒരു മുന്നണി. അവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? രാഹുൽ ഗാന്ധി. അദ്ദേഹം ചീത്ത പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുൽ ഗാന്ധി ആയിരുന്നു കഴിഞ്ഞ ഈ INDA മുന്നണി ഉണ്ടാക്കുന്നവരെ അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ആ മുന്നണി ഉണ്ടാക്കിയപ്പോൾ പിന്നെ നിതീഷ് കുമാറിനാകണമെന്ന് പറഞ്ഞു. പിന്നെ പലവരെ പേരുകളും വന്നു. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കേണ്ട ആളുകളാണ് ഇവർ. ഇവരുടെ ലക്ഷ്യം നരേന്ദ്രമോദിയുടെ വികസനം ഈ രാജ്യത്ത് ഇല്ലാതാക്കുക എന്നതാണ്. രണ്ട് മുന്നണി ലക്ഷ്യം. കേരളത്തിലേക്ക് പറയുകയാണെങ്കിൽ കേരളത്തിൽ BJPയെ സംബന്ധിച്ച് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. എത്ര സീറ്റ് ജയിക്കുമെന്നതിനെക്കുറിച്ച് എനിക്ക് പറയാൻ വയ്യെങ്കിലും കേരളത്തിൽ എന്തായാലും BJPക്ക് പ്രാവശ്യം MP-മാരും ഉണ്ടാകുമെന്ന ചർച്ച വ്യാപകമായിട്ട് ചാനലുകൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. നിങ്ങളുടെ ചാനൽ തന്നെ ഓരോ മണ്ഡലത്തിലും സർവേ നടത്തി. സർവേ നടത്തിയപ്പോൾ 2019 BJPയുടെ പെർഫോമൻസും 2024 BJPയിലെ പെർഫോമൻസുയും നോക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന BJPയുടെ നേതാവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് കേരളത്തിലും വലിയ രീതിയിലുള്ള ജനസമ്മതി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായും ഞാൻ പറയുന്നത് 10 കൊല്ലക്കാലം ഭരിച്ച ഒരു സർക്കാർ, 10 കൊല്ലക്കാലം ഭരിച്ച ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിക്ക് നാട്ടിലെ ജനങ്ങളിൽ നിന്നും കാര്യമായിട്ടുള്ള സപ്പോർട്ട്, അതായത് BJPക്ക് വലിയ ശക്തിയില്ലാത്ത കേരളത്തിൽ പോലും ഇപ്രാവശ്യം വലിയ പ്രതീക്ഷ എല്ലാ സർവേകളിലും പറയുന്നുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ച് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും, സംശയമില്ല. പല മണ്ഡലങ്ങളിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കും. BJP കേരളത്തിൽ ഇപ്രാവശ്യം അക്കൗണ്ട് തുറക്കും. വലിയ രീതിയിൽ BJPക്ക് വോട്ട് ഷെയർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ. എന്തിന് കേരളം BJPക്ക് വോട്ട് ചെയ്യണം? മലപ്പുറം എന്തുകൊണ്ട് BJP? അതാണ് പൗരത്വ നിയമത്തിന് വരാൻ പോകുന്നു അടുത്തയാഴ്ച. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടം പുറത്തിറക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. മലപ്പുറത്തെ ജനങ്ങൾ എന്ത് സുരക്ഷിത ബോധത്തിലാണ് താമര ചിഹ്നത്തിൽ ഒപ്പിടുന്നത്? മലപ്പുറത്ത് ഇത് കുറെ കാലമായി പറയുന്നതാണ്. BJP അധികാരത്തിൽ വന്നാൽ മലപ്പുറത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ രീതിയിൽ പീഡനം ഉണ്ടാകും എന്ന് കുറെ കാലമായി പറയുന്നതാണ്. ഇത് രാഷ്ട്രീയമാണ്. ഇത് LDF-നും UDF-നും ന്യൂനപക്ഷങ്ങളുടെ വലിയ വോട്ട് ബാങ്ക് സംഹരിക്കാനുള്ള, അവരുടെ വോട്ട് കിട്ടാനുള്ള തന്ത്രമായിട്ട് ഒരുപാട് കാലമായിട്ട് പറയുന്നതാണ്. ഞാനൊരു കാര്യം പറയട്ടെ. മണിപ്പൂരിൽ എന്താണ് നടന്നതെന്നത് നിങ്ങൾക്കറിയാം, ഡോക്ടർ അരുൺകുമാർ അറിയാം. അവിടെ നടന്നിട്ടുള്ളത് രണ്ട് വിഭാഗം ആളുകൾ തമ്മിലുള്ള, അവിടുത്തെ ലോക്കലായിട്ടുള്ള രണ്ട് വിഭാഗം ആളുകൾ, അതായത് പട്ടണത്തിൽ താമസിക്കുന്നവരും അതുപോലെ തന്നെ മലയിൽ താമസിക്കുന്നവരും ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള അക്രമമാണ് അവിടെ നടന്നത്. അല്ലാതെ അവിടെ ജാതീയമായിട്ടോ മതപരമായിട്ടുള്ള അക്രമമല്ല അവിടെ നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അത് ഇവിടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനെ എതിർക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് CPM-ഉം കോൺഗ്രസും ഒക്കെ നടത്തുന്നത്. അവിടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയില്ലെന്ന് മാത്രവുമല്ല, ഇപ്പോഴും കുക്കി മേദി അവിടെ പലതവണ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പലതവണ അവിടെ സന്ദർശിച്ചു. അവിടുത്തെ കാര്യങ്ങൾ തൃശ്ശൂരിൽ വരാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സമയമുണ്ട്, മണിപ്പൂരിൽ പോകാൻ സമയമില്ല. എന്തുകൊണ്ട്? പ്രധാനമന്ത്രി എവിടെ പോകണമെന്ന് നമ്മൾ നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റിൽ ഇരിക്കുന്ന, ഇന്ത്യയുടെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന BJPയുടെ ഉന്നതനായിട്ടുള്ള നേതാവ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നിൽക്കുന്ന, വളരെ ജനപ്രീതിയുള്ള ജനങ്ങളെ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നറിയുന്ന. ചുരുക്കി പറയൂ, കേരളത്തിലെ മലപ്പുറത്തെ ജനങ്ങൾ BJPക്ക് നരേന്ദ്രമോദിക്ക് വോട്ട് രേഖപ്പെടുത്തേണ്ട രണ്ടു കാര്യങ്ങൾ പറയൂ. ഒരു കാര്യം, മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു. ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ അനാവശ്യമായി അകാരണമായി തലാഖ് ചൊല്ലുന്ന ബില്ല് ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത പ്രതികളെ മാലയിട്ട് സ്വീകരിച്ചതാരാ? നരേന്ദ്രമോദി. ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത പ്രതികളെ മാലയിട്ട് സ്വീകരിച്ചതാരാ? ഒരു കാര്യം പറയാൻ എന്നെ തീർച്ചയായും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ല, അങ്ങ് മുത്തലാഖ് വിഷയത്തിൽ മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണമാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിടുന്നതെങ്കിൽ എന്നോട് ചോദിച്ച ചോദ്യം
ചോദ്യം എന്നോട് ചോദിച്ച ചോദ്യം ഈ പാർലമെന്റിലെ സ്ത്രീ ആളുകൾ എന്തിനാണ് BJP വോട്ട് ചെയ്യുന്നതെന്നാ ചോദിച്ചത്. അതിന് ഉത്തരം പറയാൻ അനുവദിക്കൂ. ബിൽക്കിസ് ബാനു നമുക്ക് ചർച്ച ചെയ്യാം. അതൊരു പറയോ. അതായത് മുത്തലാഖ് ബിൽ അവതരിപ്പിച്ചു. മുത്തലാഖ് ബിൽ അവതരിപ്പിച്ച് രാജ്യത്ത് അനാവശ്യമായി അകാരണമായി തലാഖ് ചൊല്ലുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുത്തു. ശരി സമ്മതിച്ചു. മുത്തലാഖ് ബില്ലിൽ നിങ്ങൾ എടുത്ത താല്പര്യത്തെ പല ആളുകളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, ക്രിസ്ത്യൻ വിവാഹ നിയമത്തിലോ ഹിന്ദു വിവാഹ നിയമത്തിലോ വിവാഹമോചിതനാകുന്ന ഒരു ഘട്ടത്തിൽ ഭർത്താക്കന്മാരെ ശിക്ഷിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഉണ്ടോ ഹിന്ദു വിഭാഗ നിയമത്തിലും ക്രിസ്ത്യൻ വിഭാഗ നിയമത്തിലും എങ്ങനെയാണ് ഡൈവേഴ്സ് എന്നറിയോ? കോടതിയിൽ പോയി കോടതി രണ്ട് വിഭാഗം ആളുകളെയും കേട്ട് അതിനുശേഷം കോടതി തീരുമാനപ്രകാരമാണ് ഡൈവേഴ്സ്. ശരി, അങ്ങനെ കോടതി നിയമപ്രകാരം ഡൈവേഴ്സ് ചെയ്യുന്നത് ശിക്ഷാർഹമല്ല. അങ്ങനെയാണെങ്കിൽ മുത്തലാഖ് പ്രകാരം കോടതി വഴി മാത്രമേ നിങ്ങൾക്ക് വിവാഹമോചനം ഏർപ്പെടുത്താൻ സാധിക്കൂ എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ല, നിയമം വരുന്നത്. ശിക്ഷിക്കാൻ പോകുന്നത് 2024 400 സീറ്റുകളോട് കൂടി ഈ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായാൽ ഈ രാജ്യത്ത് കോമൺ സിവിൽ കോഡ് കൊണ്ടുവരും. കോമൺ സിവിൽ കോഡ് കൊണ്ടുവന്നാൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു നിയമം കൊണ്ടുവരാനുള്ള പ്രക്രിയ ഈ ഉത്തരാഖണ്ഡിൽ കൊണ്ടുവന്നു, ഗോവയിലുണ്ട്.